ഇന്നത്തെ ലൈവിനകത്ത് ജിൻഡോ കളിച്ചൊരു മാരക മൈൻഡ് ഗെയിം, അതിനെക്കുറിച്ചൊരു പോസ്റ്റ് വന്നിട്ടുണ്ട്, അത് വായിക്കാം. ഇന്ന് നമ്മളധികം ലൈവ് കണ്ടിട്ടില്ലാത്തത് കൊണ്ട്, റെക്കോർഡിംഗ് ഇല്ലാത്തത് കൊണ്ടും ആ ഒരു പോസ്റ്റ് വായിക്കാം, എന്നിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം ലാസ്റ്റ് പങ്കുവെക്കാം. ഒട്ടും പ്രതീക്ഷിക്കാതെ ലൈവ് ആയിരുന്നു ഇന്നത്തേത്. വളരെ നോർമലായി പോയിക്കൊണ്ടിരുന്ന ഹൗസിൽ ജിൻഡോ, അഭിഷേക്, ഋഷി, സായ്, അതേപോലെ ജാസ്മിൻ എന്നിങ്ങനെ കൂട്ടം കൂടിയിരുന്ന് സംസാരിക്കുന്നു. അപ്രതീക്ഷിതമായ ജിൻഡോ ജാസ്മിന് നേരെ ഒരു ചോദ്യം പറഞ്ഞു. നോറ, ശ്രീതു, ജാസ്മിൻ ഇവരിൽ ആര് ടോപ്പ് 5 ഉണ്ടാകുമെന്ന് കൺഫ്യൂഷൻ ഉണ്ട് എന്നിങ്ങനെ പറയുന്നു. അപ്പോൾ തൊട്ട് ആ കൂട്ടം ടോപ്പ് 5 കുറിച്ചായി ചർച്ച. സായ് ഋഷിയോട് ചോദിച്ചു ആരൊക്കെ ടോപ്പ് 5 കാണും. ഋഷി മറുപടിയായി ജിൻഡോ ആൻഡ് അഭിഷേക് ഉണ്ടാവും, ബാക്കി അറിയില്ല എന്ന് പറയുന്നു. റെസ്റ്റ്ലെസ് ആയ ജാസ്മിൻ പിന്നെ അങ്ങോട്ട് ടെൻഷനിലായി, അത് എവിഡന്റ് ആയിരുന്നു. ജിൻഡോ ഇട്ട ചെറിയ കനലിൽ ജാസ്മിൻ നീറി എരിയാൻ തുടങ്ങി. വളരെ ശാന്തമായി പോകുന്ന ഹൗസിൽ വഴക്കിടാൻ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും തന്നെ ഇല്ല. ചന്തയിൽ വഴക്കുകൂടി നിൽക്കും പോലെ വായ്ത്താളം അടിക്കുന്ന ജാസ്മിനെ വേറൊന്നും അറിയുകയില്ല. പിന്നെയുള്ളത് കുൽസിതം കണ്ടന്റായ ഗബ്രി മാത്രമാണ്. ഉപ്പയും ഉമ്മയും വന്ന് അഴിപ്പിച്ച വിധവാ വേഷം ഒന്നുകൂടെ അണിയാൻ ജാസ്മിൻ അങ്ങ് തീരുമാനിച്ചു. ഗബ്രി എന്ന് പറഞ്ഞ് ഓർമ്മകൾ അയവറക്കാൻ നോക്കിയ ജാസ്മിനെ ജിൻഡോ നൈസായിട്ട് കളിയാക്കി. ജിൻഡോയുടെ മുന്നിൽ മൂഷിക സ്ത്രീ തകർത്താടി. ഇത്രയും ദിവസം പോസിറ്റീവായി കൊണ്ടുവന്ന ഓരോന്നും എറിഞ്ഞുടച്ചു. ജാസ്മിൻ സ്വയം എക്സ്പോസ്ഡ് ആയി ഓരോന്ന് പറയുകയും ജിൻഡോയ്ക്ക് നേരെ ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തു. വളരെ പക്വമായി, ഒട്ടും ട്രിഗർ ആകാതെ വേണ്ടതിന് മാത്രം ജിൻഡോ മറുപടി കൊടുത്തു. അതിലൊന്ന് നട്ടല് നിവർത്തി പുറത്ത് നടക്കുന്നത് ആയിരുന്നു. ആര് നട്ടല് നിവർത്താതെ നടക്കുമെന്നും ഞാൻ അന്തസ്സായി നട്ടല് നിവർത്തി നടക്കുമെന്നും ജിൻഡോ മറുപടി കൊടുത്തു. ക്വാളിറ്റിയെ കുറിച്ച് ചോദിച്ച ജാസ്മിനോട് നിന്നേക്കാൾ ക്വാളിറ്റി ഉണ്ട് എന്ന് ജിൻഡോ മറുപടി കൊടുത്തു. ജിൻഡോ എന്ന മൈൻഡ് ഗെയിമറിന്റെ മുന്നിൽ സമനില തെറ്റി കൺട്രോൾ ഇല്ലാതെ പെരുമാറുന്ന ജാസ്മിനെയാണ് ലൈവ് പ്രേക്ഷകർ സാക്ഷ്യം വെച്ചത്. പിന്നീട് ഋഷിയോടും അഭിഷേകിനോടും പരമാവധി പറഞ്ഞ് ഫലിപ്പിക്കാൻ ജാസ്മിൻ ശ്രമിച്ചെങ്കിലും പൂർണ്ണ പരാജയമായിരുന്നു ഫലം. സ്വന്തം വൃത്തിയെക്കുറിച്ചും ഗബ്രിയെക്കുറിച്ചും ജാസ്മിൻ പിറുപിറുത്തുകൊണ്ട് നിന്നു. ജിൻഡോ എന്ന മൈൻഡ് ഗെയിമർ ശരിക്കും അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു. ജാസ്മിൻ എന്ന കണ്ടസ്റ്റന്റിനെ ജാസ്മിനെ കൊണ്ട് തന്നെ എക്സ്പോസ് ചെയ്യിപ്പിച്ചു ജിൻഡോ. ഇതിനകത്ത് വേറൊരു കാര്യം കൂടിയുണ്ട്. ജാസ്മിന്റെ അഹങ്കാരം, പിന്നെ താനെന്ന ഭാവം എന്തോ വലിയ സംഭവമാണെന്നുള്ളൊരു വിചാരം, ആ ഒരു തോട്ടിനെ ബിഗ് ബോസിനകത്ത് വെച്ച് പൂർണ്ണമായും പൊട്ടിച്ച് കയ്യിൽ കൊടുക്കാൻ സാധിച്ച ഒരേ ഒരു മത്സരാർത്ഥിയുള്ളൂ, അതാണ് സിബിൻ. പുള്ളിയെ കുറിച്ച് ഈ ഒരു പോസ്റ്റിലെങ്കിലും പരാമർശിച്ച് കേട്ടില്ല. ജാസ്മിൻ പുള്ളിയെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സിബിനെ ജാസ്മിൻ ഇന്നും അത്രയധികം ഭയപ്പെടുന്നത്. അതും കൂടി പോസ്റ്റിൽ മെൻഷൻ ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ സിബിൻ പോയി കഴിഞ്ഞും കൺസിസ്റ്റന്റ് ആയിട്ട് ജാസ്മിൻ പോലും പ്രതീക്ഷിക്കാതെ ജാസ്മിന്റെ ഈ അഹങ്കാരത്തിന് ഓരോ പണി കൊടുക്കുന്നതിൽ ജിൻഡോ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ജാസ്മിന് ക്വാളിറ്റി എന്ന വാക്കിന്റെ അർത്ഥം പോയിട്ട് അതിന്റെ സ്പെല്ലിംഗ് പോലും അറിഞ്ഞുകൂടാ എന്നത് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ജാസ്മിൻ പറയുന്ന വിവരക്കേടുകളെ ആ ഒരു സെൻസിലെ പ്രേക്ഷകർ ഇപ്പൊ എടുക്കുന്നുള്ളൂ. അത് വേറെ കാര്യം. എന്തായാലും ജിൻഡോ ഒരു കിഡിലൻ മൈൻഡ് ഗെയിമർ ആണെന്ന് പുള്ളി വീണ്ടും തെളിയിച്ചു.